നിങ്ങൾ ഒരു തവണ നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഒരു തവണ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഴിച്ചേനെ. അങ്ങനെ പറയല്ലേ, ചെയ്തേനെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. പലർക്കും സംശയമുള്ള അതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് വുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം. എന്താണ് വുഡ് ഹാവ്, അതുപോലെ കുഡ് ഹാവ്. ഇനി നമുക്ക് നോക്കാം. ഒന്നാമതാണ് വുഡ് ഹാവ്. വുഡ് ഹാവ് നമ്മൾ ഉപയോഗിക്കും എന്തിന്? ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ ശീലങ്ങളുണ്ടല്ലോ, ഇത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പാട്ടുകൾ പാടുമായിരുന്നു, ആ ചെയ്യുമായിരുന്നു അല്ല, ഇവിടെ ചെയ്തേനെ എന്നുള്ളതാണ്. ചെയ്തേനെ. നിങ്ങൾ ഒരു തവണ നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഒരു തവണ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഴിച്ചേനെ. അങ്ങനെ പറയല്ലേ, ചെയ്തേനെ. ഓക്കെ. അപ്പൊ വുഡ് ഹാവിന്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും കാര്യം ചെയ്തേനെ എന്നായി അർത്ഥം. ചെയ്തേനെ. ഇനി കുഡ് ഹാവ് എന്താണ്? കഴിവിനെ കാണിക്കുകയാണ്. ഇന്നലെ എനിക്ക് അവിടെ പോവാൻ കഴിയുമായിരുന്നു, പക്ഷേ പോയില്ല. അവൻക്ക് ഇന്നലെ വളരെ ഈസിയായി ഇവിടെ വരാൻ കഴിയുമായിരുന്നു, പക്ഷെ വന്നില്ല. ഓക്കെ. ഇത് നമ്മളെ കഴിഞ്ഞു പോയ കഴിവിനെ കാണിക്കണം. ഓക്കെ, കഴിവിനെ. ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇതോ ചെയ്തേനെ, പക്ഷെ ചെയ്തില്ല. നമുക്ക് നോക്കാം. രണ്ടിൻ്റെയും കൂടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണ്? വെർബ് തേർഡ് ഫോം ആണ്. വെർബ് തേർഡ് ഫോം. അതിന്റെ കാരണം അതിന്റെ കൂടെ നമുക്കറിയാം. അതിന് കാരണം ഹാവ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ കൂടെ, ഈ ഒരു ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെർബ് തേർഡ് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹാവ് പ്ലസ് തേർഡ് ഫോം അല്ലേ? ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം. അപ്പോൾ നമ്മൾ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ്. ഇവിടെ ഞാൻ വിൽ തന്നിട്ടുണ്ട്. അതിന് കാരണം പെട്ടെന്ന് മനസ്സിലായിക്കൊണ്ടിട്ടാണ്. കാരണം വിൽ അതുപോലെ വുഡ്, വിൽ വുഡ് ഇത് രണ്ടും ഒരേ എന്താണ്? ഫാമിലി എന്നാണ് അല്ലേ? ഇതൊക്കെ എന്താണ്? ഫാമിലി മെമ്പേഴ്സ് ആണ്. സെയിം ഫാമിലി. ഞാൻ പറയാണ് ഒന്നാമത്തെ ഉദാഹരണം. ഹി വിൽ കം ഹിയർ. ഹി വിൽ കം ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വരും. വന്നോ? വന്നിട്ടില്ല. ഈ രണ്ട് സെന്റൻസിലും പ്രവൃത്തി, ആക്ഷൻ നടന്നിട്ടില്ല. ഓക്കെ. ഹി വിൽ കം ഹിയർ, അവൻ ഇവിടെ വരും. ഇനി ഞാൻ ഇത് എഴുതാണ് വുഡ് ഹാവ്. ഹി വുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം. ഹി വുഡ് ഹാവ് കം ഹിയർ. അവൻ ഇവിടെ വന്നേനെ. നിങ്ങൾ ഒരു തവണ വിളിച്ചിരുന്നെങ്കിൽ അവൻ ഇവിടെ വന്നേനെ. ഹി വുഡ് ഹാവ് കം ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വന്നേനെ, അല്ലെങ്കിൽ അവൻക്ക് ഇവിടെ, അല്ലെങ്കിൽ അവൻ വരുമായിരുന്നു. അവൻ ഇവിടെ വരുമായിരുന്നു, അല്ലെങ്കിൽ അവൻ ഇവിടെ വന്നേനെ. പക്ഷെ നിങ്ങൾ വിളിച്ചില്ല, അവൻ വന്നില്ല. ഇനി ഇവിടെ നോക്കാം. ഹി ക്യാൻ കം ഹിയർ എന്ന് പറഞ്ഞാൽ അവൻക്ക് ഇവിടെ വരാൻ കഴിയും. കാരണം അവൻക്ക് ബൈക്ക് ഉണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് വളരെ ഈസിയായി അവൻക്ക് ഇവിടെ വരാൻ കഴിയും. ഇനി അവൻ ഇവിടെ വന്നില്ല, വരാൻ കഴിയുമായിരുന്നു പറയണം. അവൻക്ക് വളരെ ഈസിയായി ഇവിടെ വരാൻ കഴിയുമായിരുന്നു. അവൻക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാം ഉണ്ട്, കഴിയുമായിരുന്നു, പക്ഷെ വന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും. ഹി കുഡ് ഹാവ് കം ഹിയർ. അവൻക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു, പക്ഷേ വന്നില്ല. ഇതെന്താണ്? കഴിയുമായിരുന്നു. ഇത് വരുമായിരുന്നു, ചെയ്യുമായിരുന്നു. ഇത് ചെയ്യുമായിരുന്നു. ഇത് കഴിവിനെ കാണിക്കുന്നു. ഇത് സിമ്പിളായിട്ട് നമ്മൾ നോർമലി പറയുന്നതാണ്. അവൻക്ക് ഇവിടെ, അല്ലെങ്കിൽ അവൻ വരുമായിരുന്നു, അവൻ വന്നേനെ. ഇത് വരാൻ കഴിയുമായിരുന്നു, പക്ഷെ വന്നില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്. ഷീ വിൽ കോൾ യു. അവൾ നിന്നെ വിളിക്കും. അവൾ നിങ്ങളെ വിളിക്കും. വിളിച്ചോ? ഇല്ല. രണ്ട് സെന്റൻസിലും ആക്ഷൻ, പ്രവൃത്തി നടന്നിട്ടില്ല. ഷീ വിൽ കോൾ യു, അവൾ നിങ്ങളെ വിളിക്കും. ഷീ വുഡ് ഹാവ് കോൾഡ് യു എന്ന് പറഞ്ഞാൽ അവൾ വിളിച്ചേനെ. നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിങ്ങളെ വിളിച്ചേനെ. അവൾ നിങ്ങളെ പ്രോഗ്രാമിന് വിളിച്ചേനെ. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഷീ ക്യാൻ കോൾ യു, അവൾക്ക് നിങ്ങളെ വിളിക്കാൻ കഴിയും. കാരണം അവളുടെ കയ്യിൽ അവൾക്ക് ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്. ഷീ ക്യാൻ കോൾ യു, അവൾക്ക് നിങ്ങൾ വിളിക്കാൻ കഴിയും. അടുത്താണ് ഷീ കുഡ് ഹാവ് കോൾഡ് യു എന്ന് പറഞ്ഞാൽ അവൾക്ക് നിങ്ങളെ വിളിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ വിളിച്ചില്ല. വളരെ ഈസി ആയിട്ട്
അവൾക്ക് നിങ്ങളെ വിളിക്കാൻ കഴിയുമായിരുന്നു. വിളിച്ചില്ല. ഇവിടെ എന്താണ്? ഷി വുഡ് ഹാവ് കോൾഡ് യു, അവൾ വിളിച്ചേനെ. ഇവിടെ എന്താണ്? ഷി വുഡ് ഹാവ് കോൾഡ് യു, അവൾക്ക് നിങ്ങളെ വിളിക്കാൻ കഴിയുമായിരുന്നു എന്നായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഐ വിൽ ഹെൽപ്പ് ഹിം. ഐ വിൽ ഹെൽപ്പ് ഹിം എന്താണ്? ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും, ഞാൻ അവനെ സഹായിക്കും. സഹായിച്ചോ? ഇല്ല. സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിക്കും. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിച്ചേനെ. പക്ഷെ അവൻ്റെ ചിരി അതെനിക്കിഷ്ടമായില്ല. ഞാൻ സഹായിച്ചേനെ, അവനെ തീർച്ചയായിട്ടും അവനെ ഞാൻ സഹായിച്ചേനെ, പക്ഷെ അവൻ്റെ ആ ചിരി അതുകൊണ്ട് ഞാൻ സഹായിച്ചില്ല അവനെ. ഓക്കെ, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിച്ചേനെ അല്ലെങ്കിൽ സഹായിക്കുമായിരുന്നു. ഇനി ഇവിടെ ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് അവനെ സഹായിക്കാൻ കഴിയും. അതെൻ്റെ കഴിവാണ്. ഐ ക്യാൻ ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ സഹായിക്കാൻ കഴിയും. ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, എനിക്ക് അവനെ സഹായിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. അവൻ്റെ ചിരി കാരണം ഞാൻ ചെയ്തില്ല. ഓക്കെ, ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, എനിക്ക് അവനെ വളരെ ഈസി ആയിട്ട് സഹായിക്കാൻ കഴിയുമായി. ഇവിടെ കഴിയുമായിരുന്നു എന്നാണ്, ഇവിടെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്നാണ് അർത്ഥം. ഓക്കെ, അത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ രണ്ടിലും പ്രവൃത്തി നടന്നിട്ടില്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഇനി അടുത്താണ് വി വിൽ പ്ലേ ദെയർ. വി വിൽ പ്ലേ ദെയർ, ഞങ്ങൾ അവിടെ കളിക്കും. ഞങ്ങൾ അവിടെ കളിക്കും. കളിച്ചോ? ഇല്ല. പക്ഷെ കളിക്കും. വി വിൽ പ്ലേ ദെയർ, ഞങ്ങൾ അവിടെ കളിക്കും. ഇനി അടുത്താണ് വി വുഡ് ഹാവ് പ്ലേഡ് ദെയർ. വി വുഡ് ഹാവ് പ്ലേഡ് ദെയർ, ഞങ്ങൾ അവിടെ കളിച്ചേനെ. ഞങ്ങളവിടെ കളിച്ചേനെ. മഴ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളവിടെ കളിച്ചേനെ. മഴ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളവിടെ കളിച്ചേനെ. ഇനി ഇവിടെ എന്താണ്? വി ക്യാൻ പ്ലേ ദെയർ, ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ കഴിയും. വി ക്യാൻ പ്ലേ ദെയർ. വി ക്യാൻ പ്ലേ ദെയർ, ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ കഴിയും. വി കുഡ് ഹാവ് പ്ലേഡ് ദെയർ. കുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം. വി കുഡ് ഹാവ് പ്ലേഡ് ദെയർ, ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ കളിച്ചില്ല. ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ കളിച്ചില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് they will do it. they will do it, അവർ ഇത് ചെയ്യും. they will do it, അവർ ഇത് ചെയ്യും. they would have done it. would have plus third form. they would have done it. they would have done it, അവർ ഇത് ചെയ്തേനെ എന്നായി. അവർ ഇത് ചെയ്തേനെ. നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അവർ അത് ചെയ്തേനെ. they would have done it. എന്താണ്? they can do it. they can do it, അവർക്കത് ചെയ്യാൻ കഴിയും. അവർക്ക് അത് ചെയ്യാൻ കഴിയും. കഴിയും. they could have done it. they could have done it, അവർക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അവർക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അപ്പം അതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയണമെങ്കിൽ, അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് could have യൂസ് ചെയ്തേ പറ്റൂ. could have പ്ലസ് തേർഡ് ഫോം. ഞാൻ അവിടെ കളിച്ചേനെ, ഞാനത് കഴിച്ചേനെ, ഞാൻ അവിടെ പോയേനെ, അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് would have പ്ലസ് തേർഡ് ഫോം ഉപയോഗിക്കേണ്ടി വരും. would have പ്ലസ് വെർബ് തേർഡ് ഫോം. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എവിടെയാണ്? ഹീ ക്യാൻ കം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻക്ക് ഇവിടെ വരാൻ കഴിയും. ഇനി ഇതേ സെന്റൻസിനെ ഞാൻ എഴുതാണ് ഹീ കുഡ് കം ഹിയർ. ഹീ കുഡ് കം ഹിയർ. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഹീ കുഡ് കം ഹിയർ എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം അവൻക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു എന്നല്ലേ? അവൻക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം അവൻക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു എന്നല്ല. അതിന്റെ കാരണം അറിയോ? ഈ കുഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ എപ്പോഴും പാസ്റ്റ് ആയിട്ട് കാണരുത്. കുഡ് എന്ന് പറയുന്ന വേർഡിനെ പാസ്റ്റ് ആയിട്ട് കാണുകയേ ചെയ്യരുത്. എപ്പോഴാണോ കുഡ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ പാസ്റ്റ് ടൈമിനെ കാണിക്കുന്ന വേർഡ് വരുന്നത്, അപ്പോൾ മാത്രമാണ് കുഡ് പാസ്റ്റ് ആയി മാറുന്നത്. അല്ലാത്ത എല്ലാ സമയത്തും കുഡ് പ്രസന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും. ഇവിടെ ഹീ കുഡ് കം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻക്ക് ഇവിടെ വരാൻ കഴിയുമെന്നർത്ഥം. അവൻക്ക് ഇവിടെ വരാൻ കഴിയും എന്നുവെച്ചാൽ ഇതെന്താണ്? ഇത് നമ്മുടെ ഭാവിയിലെ സാധ്യതയെ കാണിക്കാണ്. ഭാവിയിലെ സാധ്യത, ഫ്യൂച്ചർ പോസിബിലിറ്റി. എന്താണ് ഫ്യൂച്ചർ പോസിബിലിറ്റി? ഹി ക്യാൻ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കഴിവാണ്. അവൻക്ക് വരാൻ കഴിയും. അവനടുത്ത് കാറുണ്ട്, അവൻക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാം ഉണ്ട്.
അവൻക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ വരാൻ കഴിയും. പക്ഷെ ഹീ കുഡ് കം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻക്ക് ഇവിടെ വരാൻ കഴിയും. എന്താണ്? പോസിബിലിറ്റി, ഫ്യൂച്ചർ പോസിബിലിറ്റി, സാധ്യത. അവൻക്ക് ഇവിടെ വരാൻ കഴിയും, അല്ലെങ്കിൽ വരും എന്നർത്ഥം. ഓക്കെ, സാധ്യത. ക്ലിയർ? ഇനി നമുക്ക് പറയണം അവനിവിടെ വന്നു, അല്ലെങ്കിൽ അവൻക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു എന്ന് പറയണമെങ്കിലോ സിമ്പിളായിട്ട് നമുക്ക് പറയേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹീ കെയിം ഹിയർ. ഉണ്ടോ? ഇങ്ങനെയാണ് പറയേണ്ടത്. ഹീ കെയിം ഹിയർ. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഹീ കെയിം ഹിയർ, സിമ്പിൾ പാസ്റ്റ്, ഹീ കെയിം ഹിയർ. അവൻക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവനിവിടെ വന്നു. ഇനി നിങ്ങളൊരു 3-4 സെന്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കൊമൽബോസ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.